നല്ല ക്വാളിറ്റിയുള്ള മാവ് താണ്ടേ, കലപ്പാടി മാവ് താണ്ടേ, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുക താണ്ടേ, കണ്ടില്ലേ? ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൈ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആന്ധ്രയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മാവുകൾ കിട്ടുന്നവരുണ്ടാവാം. എന്നാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റ് അധികം കായ്ക്കാത്ത വെറൈറ്റികളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മാവുകൾ, നമ്മളെ വീട്ടിൽ വർഷങ്ങൾ പഴക്കമുള്ള മാവുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ വെറൈറ്റി മാവുകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എന്താണ്ട് ഈ ഒരു ബെഡ് തന്നെ ഏകദേശം ഒരു 500, 1000, 1500, 2000, 2500, 3000, 3500 മാവാണ് ഇതാ ഇവിടം മുതൽ അവിടം വരെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഈ കാണുന്ന മൊത്തം നല്ല കിടിലം വെറൈറ്റി മാവുകൾ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ, നിങ്ങൾക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയുള്ള മാവിൻ്റെ തൈകൾ തരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്താണ്ട് ഏകദേശം ഒരു 3000, 4000 മാവ് ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല കിണ്ണം കാച്ചി വെറൈറ്റി, കിടുക്കാച്ചി വെറൈറ്റി, ഗ്രാഫ്റ്റ് ചെയ്ത മാവ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത് കവർ മാറാൻ വേണ്ടി ഇപ്പോൾ ഇട്ടേക്കുന്ന നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റിയുള്ള മാവ് താണ്ടേ, കലപ്പാടി മാവ് താണ്ടേ, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുക താണ്ടേ, കണ്ടില്ലേ? ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൈ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആന്ധ്രയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മാവുകൾ കിട്ടുന്നവരുണ്ടാവാം. എന്നാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റ് അധികം കായ്ക്കാത്ത വെറൈറ്റികളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മാവുകൾ, നമ്മളെ വീട്ടിൽ വർഷങ്ങൾ പഴക്കമുള്ള മാവുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ വെറൈറ്റി മാവുകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എന്താണ്ട് ഈ ഒരു ബെഡ് തന്നെ ഏകദേശം ഒരു 500, 1000, 1500, 2000, 2500, 3000, 3500 മാവാണ് ഇതാ ഇവിടം മുതൽ അവിടം വരെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നഴ്സറിയിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇനി ഇതിന് താണ്ട് ഇത്രയും നല്ലൊരു പോട്ടി മിക്സർ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ തന്നെ ഇട്ട് കവർ മാറും. ഈ ഇലയ്ക്ക് മണം കാണും. അടിപൊളി മാങ്ങേട്ടാ, കർപ്പൂരത്തിന്റെ മണമുള്ള നല്ല കിടിലം വെറൈറ്റി മാങ്ങ. മാവ് തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. വലിയ മദർ പ്ലാന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തൈ ഉണ്ടാക്കിയിരുന്നത്. നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള മാവ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം. കൊളംബി മാവ് നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ നല്ല സുന്ദരമായ അതിനകത്ത് കിടക്കുന്ന കാ കാണിച്ചു കൊടുക്കും. സൂപ്പർ മാങ്ങ കേട്ടോ, അറിയാം. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഈ നമ്മൾ ഈ മാവ്, നമ്മളെ മാവ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അന്നേരം ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തേ കറക്റ്റ് ആയിട്ട്? മേടേമുക്ക്. അടുത്തോട്ട് മേടേമുക്ക്, രാമംകുളങ്ങര, അതായത് കൊല്ലം എവിടെയായിരുന്നു? ശക്തികുളങ്ങര റോഡ്. ശക്തികുളങ്ങര എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് രാമംകുളങ്ങര പോകുന്ന വഴിക്ക് മേടേമുക്ക് മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുള്ള നഴ്സറിയിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിനന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയ പ്ലാന്റുകൾ കുറച്ചെടുത്ത് നമ്മൾ പാരിപ്പള്ളിയിലോട്ടും അതേപോലെ തന്നെ പിന്നെ ഇവിടെ രണ്ടാംകുറ്റിയിലോട്ടും ഒക്കെ കൊണ്ടുവന്ന് നമ്മളിത് സെറ്റാക്കി എടുക്കും. ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തും ഇതിനെ തെളിച്ച് നല്ല കിട്ടില്ല വെറൈറ്റി ക്വാളിറ്റിയോടുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഷാമ്പയിൻ അതിപ്പോ ഇല ഒടിയായിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ കെട്ടി നിർത്തിയിട്ട് ഇതിനെ നമ്മൾ വലിയ ഒരു ബോർഡിനകത്തോട്ട് മാറ്റുന്ന പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 10-300 കിലോ എന്തായാലും ഭാരം വരുന്ന ഈ ഒരു വലിയ ഷാമ്പയിനെ നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ശിഖരം അതേപോലെ തന്നെ ആ ഒരു ബഞ്ച് പോലും പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാലും പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാനാണെങ്കിൽ ഏറ്റവും നല്ല എൻ്റെ പൊന്നെ. ഇത് ദൂരേന്ന് ഒരിടത്തുനിന്ന് കിട്ടിയതാണ്. അത് അവർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ഇതൊരു വീപ്പയ്ക്കകത്ത് നോക്കി, ആ വീപ്പയ്ക്കകത്ത് ആ പ്ലാനിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വീടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ്ട് അത് എന്തുമാത്രം എന്താ പറയുക, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും ബുദ്ധിമുട്ടി ആ പ്ലാന്റ് അതിനകത്ത് നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താണ്ട് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. കാര്യം നല്ല വെയിറ്റ് താണ്ട് ആ അറവാന വരെ വളഞ്ഞു പോയി, ഒരു രക്ഷയില്ല. അറവാന വരെ വളഞ്ഞു പോയി ആ സാധനം. അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ആരും ആ പ്ലാനിനെ ഒന്നും നന്നായിട്ട് കെയർ ചെയ്യാതെ ഒരിടത്ത് ഇരുന്നതാണ്. എന്നാൽ അവസാനം നമ്മൾ പ്ലാനിന് മേടിച്ചു. നമ്മൾ ആ സാധനം മേടിച്ച് നമ്മൾ രണ്ടാംകുറ്റിയിലുള്ള നഴ്സറിയിൽ കൊണ്ടുവന്ന് ആ ചട്ടിക്കകത്തോട്ട് അതിനെ ഇറക്കുന്ന കാഴ്ചയെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, ഇത്രയും വലിയ ഒരു പ്ലാന്റ്, അത് അറവാന വരെ ഒരു അറവാന പോയി. ആ രീതിക്കാണ് ആ പ്ലാന്റ്. ഏകദേശം ഇത്രയും വെയിറ്റും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വെയിറ്റായിപ്പോയി അതിന്. അത് മാത്രമല്ല അതിൻ്റെ ഒരു ഭംഗി നോക്കി, അതിൻ്റെ ആ ഒരു കോഡക്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് എങ്ങനെ പോയാലും 10-300 കിലോ എന്തായാലും ഇതിന് വെയിറ്റ് വന്നിരുന്നു. അന്നേരം അതിന് 3-4 പേര് ചേർന്നിട്ടാണ് അതിനകത്ത് കൊണ്ടുവന്ന് ഇറക്കുന്നത്. അതിന് ആ ചട്ടി പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്കൊക്കെ വെച്ചു. അതിനുശേഷം കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പൊക്കാൻ പറ്റത്തില്ല. അമ്മാതിരി വെയിറ്റ്, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്ത് അതാണ് കണ്ടില്ലേ, പ്ലാന്റിനെ ആ ചെടിച്ചട്ടിക്കകത്തോട്ട് ഇറക്കി ഇനി അതിനെ പൊക്കണം. ഇനി അതിനെ പൊക്കി നിർത്തിക്കൊണ്ട് അവസാനം അതിനെ മണ്ണിട്ട്
സെറ്റ് ചെയ്യണം. കാര്യം ഒരുപാട് പേര് നമ്മളതിനകത്ത് കയറി നെഗറ്റീവ് കമൻറ്റുമായിട്ട് തന്നെ ചോദിച്ചവരുണ്ട്. ഇത്രയും ചെറിയ ചട്ടിയിലുള്ള ചെടികൾ ഇളക്കി മാറ്റി വയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്ട് ഇതീ വലിയൊരു ചട്ടി, എന്തായാലും സിമൻറ്റ് ബോട്ടിൽ ഏറ്റവും വലിയ ചട്ടിക്കകത്താണ് നമ്മളിപ്പം ഇതിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്ലാന്റ് തന്നെ ഏകദേശം ഒരു 300, 250 ഇടയ്ക്ക് എന്തായാലും കിലോ വെയിറ്റ് വരും. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതിற்கு മുന്നേ പൊങ്ങേണ്ടതായിരുന്നു. അതിന് അവസാനം നിവർത്തി അതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാന്നിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ടും പുട്ടുമണ്ണും എല്ലാം കൂടി ഇട്ട് ഇവനെ നിവർത്തി സെറ്റാക്കിയിട്ടേ നമ്മൾ വിട്ടുള്ളൂ. അതാണ് നമ്മൾ മാക്സിമം ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തിരിക്കണം. ഓക്കെ, അന്നേരം മാക്സിമം ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതൊന്ന് പരിഗണിക്കുക. ഇങ്ങനെ ചെയ്യാനുള്ളവരും പരിഗണിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.